നമസ്കാരം. ധനുരാശിക്കാരുടെ 2025 സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതക പ്രകാരം ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. 27 നക്ഷത്രക്കാരുടെയും സമ്പൂർണമായ പുതുവർഷ ഫലം ചാനലിൽ ലഭ്യമാണ്. അതിനാൽ ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക. ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ധനുരാശിക്കാരെ കുറിച്ചുള്ള പൊതുവായ ചില സ്വഭാവങ്ങളാണ് ആദ്യം പരാമർശിക്കാനായി പോകുന്നത്. ധനുരാശിക്കാർ ജീവിതത്തോട് പൊതുവെ പോസിറ്റീവായ സമീപനം വച്ച് പുലർത്തുന്നവരാകുന്നു. എപ്പോഴും ഉത്സാഹഭരിതരായ ഇവർക്ക് പുതിയ അനുഭവങ്ങളും പുതിയ സാഹചര്യങ്ങളും ഹരം തന്നെയാകുന്നു. വളരെ വലുതായി ചിന്തിക്കാനും ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കാനും അതിൽ വരുന്നതായ പരാജയങ്ങളെ കണക്കാക്കാതെ മുന്നോട്ട് പോകുവാനും ഇവർ മിടുക്കർ തന്നെയാകുന്നു. ന്യായവാദികളായ ഇവർ സത്യസന്ധന്മാരും ആത്മാർത്ഥത ഉള്ളവരും വിശാല മനസ്കരുമാണ്. സാധാരണ മറയ്ക്ക് പുറകിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ സ്വയം ന്യായമാണ് എന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി വിപ്ലവം സൃഷ്ടിക്കുവാനും മടിക്കുന്നവരല്ല. ആധുനികതയെ ഇഷ്ടപ്പെടുന്നവരായ ഇവർ കടുത്ത ദൈവ ഭക്തരുമാണ്. സഞ്ചാരപ്രിയരായ രാശിക്കാരാണ് ഇവർ. ഭരിക്കാനല്ല അതായത് ഇവരെ ഭരിക്കപ്പെടാനല്ല ഭരിക്കാനാണ് ഇവർ ജനിച്ചത് എന്ന ഭാവം ഇവർക്ക് പലപ്പോഴും അപകടം വരുത്തി വയ്ക്കാറുണ്ട് എന്ന കാര്യം ഓർക്കണം. എപ്പോഴും മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. അതിൽ കൂടുതലും വിജയിക്കുകയും ചെയ്യും. ദൈവിക കാര്യങ്ങൾ ദൈവിക കാര്യങ്ങൾക്കായി എന്ത് പരിഹാരം ചെയ്യാനും ഇവർ തയ്യാറാകുന്നു എന്നതും മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യമാകുന്നു. ഇനി രാശിക്കും രാശിനാഥനും ബലക്കുറവോ പാപദൃഷ്ടിയോ ഉണ്ട് എങ്കിൽ ഇവരെ സഹിക്കുന്ന കാര്യം വളരെ പ്രയാസമാണ്. ഈ കൂട്ടർ ഇനി പറയുന്ന കാര്യങ്ങൾ അതിനാൽ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇവർ ചൂഷണ വിധേയരാകും. സ്വയം പുകഴ്ത്തിയല്ല മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ച് വാങ്ങേണ്ടത്. പകരം മറ്റുള്ളവരെ ബഹുമാനിച്ചാൽ അവരും നമ്മളെ ബഹുമാനിക്കുക തന്നെ ചെയ്യും എന്ന തത്വം ഓർമ്മിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ജീവിതത്തിൽ എന്നും തിരക്കുള്ള ആൾ ഞാൻ മാത്രമാണ് എന്ന ചിന്ത, ഞാൻ കാരണമാണ് മറ്റുള്ളവർ ജീവിക്കുന്നത് എന്ന ചിന്ത തുടങ്ങിയവ നമ്മെ മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസ്യരാക്കി തീർക്കും. സ്നേഹം മനസ്സിൽ വയ്ക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ജീവിത പങ്കാളിയോടും സന്താനങ്ങളോടും. ഇയാൾ മുരടനാണ് അല്ലെങ്കിൽ അത്തരത്തിൽ മുരട സ്വഭാവമാണ് എന്ന പഴി കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മുൻകോപവും ക്ഷമയില്ലായ്മയുമാണ് ഇവരെ അലട്ടുന്നതായ മറ്റൊരു പ്രശ്നം. സഹപ്രവർത്തകരിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഫലം പ്രതീക്ഷിക്കുന്ന ഈ കൂട്ടർ അവരുടെ മറ്റു പ്രശ്നങ്ങളെപ്പറ്റി അറിയുവാൻ താല്പര്യം കാട്ടാറുമില്ല. അത് അവരുടെ നിസ്സഹകരണത്തിൽ കലാശിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വ്യാഴഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ ഭാഗ്യത്തിന് ഇവർക്ക് കുറവുണ്ടാകില്ല. അങ്ങനെ കിട്ടുന്ന ധനം കഴിവതും അമിതമായ ചെലവിനാൽ നഷ്ടം വരാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആരെയും സഹായിക്കുന്ന പ്രകൃതക്കാരാണ് ഇവർ. സഹായം ലഭിച്ചവരിൽ നിന്നുകൂടി പഴി നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ പലവിധ കുറ്റപ്പെടുത്തലുകൾ, ആവശ്യ സമയത്ത് സഹായം ലഭിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവരിൽ നിന്നും തിരികെ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഏവരും എന്നല്ല പറയുന്നത്. എന്നിരുന്നാലും കൂടുതൽ വ്യക്തികളിൽ നിന്നും ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി 2025 എന്ന പുതുവർഷത്തിലെ പ്രധാന ഗ്രഹങ്ങളുടെ നിലയാണ് പരിശോധിക്കാൻ പോകുന്നത്. ഇവ എപ്രകാരം ധനുരാശിക്കാരുടെ ജീവിതത്തെ 2025 മാറ്റങ്ങൾക്കും അനുകൂലമായ കാര്യങ്ങൾക്കും സഹായകരമാകും എന്നുകൂടി മനസ്സിലാക്കാം. വർഷാരംഭവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജന്മരാശിയിൽ നിൽക്കുന്ന സൂര്യൻ, ബുധൻ, ശുക്രൻ ജന്മരാശിയിലും 3ലും ഭാവത്തിൽ രാശികളിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് മാറുന്നു. ശനിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മാർച്ച് അവസാനം വരെ 3ാം ഭാവം കണ്ടകശനി ആണ്. ശേഷം 4ാം ഭാവത്തിലേക്ക്. രാഹു മെയ് പകുതി വരെ 4ാം ഭാവത്തിൽ, ശേഷം 3 ഭാവരാശി മാറുന്നു. കേതുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് പകുതി വരെ 10 രാശിയിൽ, ശേഷം 9ാം രാശിയിലേക്ക് മാറും. ഗുരുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് പകുതി വരെ 6ൽ, ശേഷം 7ൽ, ഒക്ടോബർ പകുതി വരെ.
ശേഷം അഷ്ടമത്തിൽ ഡിസംബർ ആദ്യവാരം വരെ കഴിഞ്ഞ് വക്രത്തിൽ ഗുരു 7-ൽ രാശി മാറുന്നതുമാണ്. കുജനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വർഷാരംഭത്തിൽ ജൂൺ 6 വരെ 8 രാശിയിൽ, വക്രത്തിലും നേർചലനത്തിലുമായി 7-ലും 8-ലും തുടരും. ഗ്രഹനില പ്രകാരം ഓരോ വ്യക്തിക്കും ഇനി പറയുന്ന പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ഓരോ നക്ഷത്രക്കാരുടെയും അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും 27 നക്ഷത്രക്കാരുടെയും വിശദമായ പുതുവർഷഫലം വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കൂടി കാണുവാൻ ശ്രമിക്കുക. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് 2025 അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. അതിൽ ആദ്യത്തേത് ആരോഗ്യമാണ്. വർഷാരംഭവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾ നൽകേണ്ടത് അനിവാര്യമാണ്. ഉദര രോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അല്പം അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ആരോഗ്യ കാര്യങ്ങളിലും കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. ഒക്ടോബർ ഡിസംബർ ആരോഗ്യത്തിന് പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വർഷം പകുതി മുതൽ തന്നെ ആരോഗ്യം അല്പം അനുകൂലമാകും. എന്നിരുന്നാലും ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. ആരോഗ്യ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വർഷത്തിന്റെ ആരംഭത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രമോഷൻ, ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. തൊഴിൽ നേടുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെയധികം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. കഠിനാധ്വാനത്താൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കഠിനാധ്വാനത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ തൊഴിൽപരമായ ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉയർച്ച വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാനുള്ള സാധ്യതകളുണ്ട്. വർഷാരംഭത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ഒക്ടോബർ മുതൽ ഉയർച്ച താഴ്ചകൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. വിദ്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വർഷാരംഭത്തിൽ അല്പം ടെൻഷനുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ മത്സര ബുദ്ധിയോടെ തന്നെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഉന്നത പഠനത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ കൈവരിക്കാനുള്ള സാധ്യതകൾ ഈ സമയമുണ്ട്. കൂടാതെ വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സംസാരം അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതായ സാഹചര്യമുണ്ട് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധനം വർഷിക്കാൻ അഥവാ ധനം നിങ്ങളുടെ കൈവശം വന്നു ചേരുവാൻ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. പരിശ്രമം അല്പം കൂടി അനിവാര്യമായി മാറും. മെയ് പകുതി വരെ ധന തടസ്സം കൂടാതെ ധനം വന്നു ചേരും. അതിനാൽ ഈ സമയം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നേട്ടങ്ങൾ ഇരട്ടിക്കുക. അതുവഴി ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. വർഷത്തിന്റെ അവസാന പകുതി കൂടുതൽ ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ധനപരമായ ഉയർച്ചയാണ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നത്. യാത്രയുമായി ബന്ധപ്പെട്ട് എന്നാൽ അല്പം ചിലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം യാത്രകൾ നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ മാത്രം തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ശുഭം. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും വിവാഹം നോക്കുന്നവരാണെങ്കിൽ മെയ് ഒക്ടോബർ വരെ ആലോചനകൾ ശക്തമായി നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അതായത് ഈ സമയം കൂടുതൽ ആലോചനകൾ വരികയും നിങ്ങൾക്ക് ഒരു ബന്ധം, അനുകൂലമായ ബന്ധം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആദ്യ പകുതി ആലോചനകൾ വരും എങ്കിൽ പോലും
അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകണം എന്നില്ല, ഫലവത്താകണം എന്നില്ല. എന്നാൽ പ്രണയം വിവാഹത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വർഷത്തിന്റെ ആദ്യ പകുതി ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. പിടിവാശി, അഭിപ്രായ വ്യത്യാസം, ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. ധനപരമായ ചില തർക്കങ്ങൾ വന്നു ചേരാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പകുതിക്ക് ശേഷം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകളാണ് തെളിയുക. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉല്ലാസയാത്രകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉല്ലാസയാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ കുടുംബത്തിൽ അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്പം ദോഷകരമായി ഭവിക്കും. ഈ സമയം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. 2025 ഈ കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ കാര്യങ്ങൾ. എപ്പോഴും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും.